വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ലോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ചായയൊക്കെ കുടിച്ചോ എല്ലാവരും? ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ? ഒരു വിഷയത്തെ പറ്റി എൻ്റെ സമീപനം എന്താണ്, അതാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണ്, അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എന്താണ് ടോപ്പിക് എന്നല്ലേ എല്ലാവരും ആലോചിക്കുന്നത്? ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഒരു കുടുംബ ജീവിതം സന്തോഷകരമാക്കാൻ എന്തെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത്. എനിക്ക് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം, എൻ്റെ കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ പോയിന്റ്സിലേക്ക് ഒന്ന് കടന്നാലോ? ഒരു കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു പവിത്രമായൊരു കാര്യമാണ്, ശരിയല്ലേ? അപ്പം അത് സന്തോഷകരമാക്കി അഥവാ ആനന്ദകരമാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ അത് ആ കുടുംബത്തിലെ ഓരോരുത്തരുടെയും കയ്യിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ കൂടുതലും അതിനകത്ത് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ആ കുടുംബത്തിലെ ഭാര്യയുടെയും അതിലെ ഭർത്താവിൻ്റെയും പങ്ക് തന്നെയാണ് ഏറ്റവും വലുത്. ഒരു കുടുംബജീവിതം ആനന്ദപ്രദമാക്കാൻ എന്തെല്ലാമാണ് ഒരു ഭാര്യയും ഭർത്താവും ചെയ്യേണ്ടത്, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അതിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ്, അല്ലേ? അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത് എൻ്റെ ഒരു സമീപനമാണ്. ഒരു വ്യൂവില് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, ഞാനും ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഒരു 6 പോയിന്റ്സ് ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും കുറച്ച് കൂടുതൽ പോയിന്റ്സ് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, പരസ്പരം മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ, അല്ലേ? പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോയിന്റ്. അതാണ് ആദ്യത്തെ പോയിന്റ്. കാരണം ഇതിനെ ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ 2 വ്യത്യസ്തമായ തരത്തിലുള്ള ജീവിതശൈലിയിൽ നിന്നും വരുന്ന 2 പേരാണ് ഒന്നിക്കുന്നത്. ഒരു ഭാര്യയും അതിലൊരു ഭർത്താവാണെങ്കിൽ വേറൊരു വീട്ടിലെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകനായി ജനിച്ച് പല വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ ജീവിച്ച് ഒരാളായിരിക്കും ഭർത്താവ്. അതേപോലെ തന്നെ ഭാര്യയാണെങ്കിലും വേറെ അച്ഛൻ്റെയും അമ്മയുടെയും മകളായി ജനിച്ച് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിച്ചൊരു പെൺകുട്ടിയായിരിക്കും ഭാര്യ. അപ്പോൾ ഇവർ 2 പേരും കൂടി ഒന്നിച്ച് ജീവിക്കുമ്പോൾ 2 തരത്തിലുള്ള രീതികളാണ്, അല്ലെ? 2 പേർക്ക് 2 രീതികളും 2 ജീവിത ശൈലികളും എല്ലാമായിരുന്നു. അപ്പോൾ അവരൊന്നിച്ച് ജീവിക്കുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങളെല്ലാം 2 ജീവിത രീതിയിലുള്ള ആളുകൾ ഒന്നിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആശയത്തിലും അവരുടെ ചിന്താഗതികളിലും അവരുടെ ജീവിത രീതികളിലും എല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവരൊന്നിക്കുമ്പോൾ തീർച്ചയായിട്ടും പരസ്പരം മനസ്സിലാക്കി തന്നെ മുന്നോട്ടേക്ക് പോയാലേ ഉള്ളൂ ആ കുടുംബജീവിതം സന്തോഷകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും, അല്ലെ? ഭർത്താവിനൊരു ഇഷ്ടമുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് വേറെ ഇഷ്ടങ്ങളായിരിക്കും. ചിലർക്ക് എപ്പോഴും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കും, പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും, അതല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം ചിലവാക്കാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും ഒരുപക്ഷെ ഭർത്താക്കന്മാർ. അപ്പോൾ അതെല്ലാം, പക്ഷെ ഭാര്യയ്ക്ക് നേരെ തിരിച്ചായിരിക്കും. പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനായിട്ട് ചിലപ്പോൾ ഭാര്യമാർക്ക് ഇഷ്ടമുണ്ടാവും, ഭർത്താക്കന്മാരായിരിക്കും വേണ്ട കുറച്ച് വീട്ടിൽ. അപ്പോൾ ഇടയ്ക്ക് അപ്പോൾ 2 പേരുടെയും ആ ഒരു ചിന്താഗതികൾ ഒത്തൊരുമിച്ച് കൊണ്ടുപോവുക. ആരെയും ഒന്നിനും കമ്പനി ചെയ്തിരിക്കുക. ഇപ്പോൾ ഇല്ല, ഇനി മുതൽ പുറത്തൊന്നും ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല, വീട്ടിൽ തന്നെ നീ ഉണ്ടാക്കണം എന്ന് പറയുന്ന നിർബന്ധം ഒരു ഭാര്യയ്ക്ക് കൊടുക്കാതിരിക്കാം. അതിലെ ഭാര്യയാണെങ്കിലും എപ്പോൾ നോക്കിയാലും പുറത്തു പോയി കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്താഗതി ഭാര്യയും കാണിക്കാൻ പാടില്ല. അപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസം നമുക്ക് പുറത്തു പോയി ഒരു ദിവസത്തെ ഫുഡെല്ലാം പുറത്തുനിന്ന് കഴിക്കാം, ബാക്കിയുള്ള ആ ദിവസം വീട്ടിലുണ്ടാക്കാം. അപ്പം അങ്ങനെ ഒരു പരസ്പരം മനസ്സിലാക്കി 2 പേരുടെയും ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ഒരു തീരുമാനത്തിലെത്തുക. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം നമുക്ക് പുറത്തുപോയി ഭക്ഷണം കഴിക്കാം, ബാക്കിയുള്ള 5 ദിവസം വീട്ടിൽ കുക്ക് ചെയ്യാം. അങ്ങനെ 2 പേരും കൂടി പരസ്പരം മനസ്സിലാക്കി 2 പേരുടെയും കൂടി ചിന്താഗതികൾ ഒത്തൊരുമിച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുടുംബബന്ധം സന്തോഷകരമായി തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റായിട്ട് ചെറിയൊരു ബന്ധമുള്ളത് തന്നെയാണ്. നമ്മൾ 2 പേരും പരസ്പരം മനസ്സിലാക്കുക എന്നാണല്ലോ ഞാൻ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത്. ഈ തമ്മിൽ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ തമ്മിൽ സംസാരിക്കണം, തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആശയവിനിമയം നടത്തുക. നമ്മൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിലെത്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് ഭാര്യ വീട്ടിലെത്തി കഴിയുമ്പോൾ 2 പേരും തമ്മിൽ സംസാരിക്കാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. ഒന്നിനും സമയമില്ലാത്തൊരു കുടുംബജീവിതത്തിൽ യാതൊരു പ്രസക്തിയുമില്ല, ശരിയല്ലേ? അപ്പോൾ വൈകുന്നേരം ഒരു 6 മണി ഒരു 7 മണിക്കൊക്കെ വീടെത്തി കഴിഞ്ഞാൽ ഡിന്നറൊക്കെ കഴിച്ച് കുറച്ച് സമയം തമ്മിൽ സംസാരിക്കുക. എന്താണ് മറ്റേയാളുടെ ഇഷ്ടങ്ങൾ? ഭർത്താവാണെങ്കിൽ വിചാരിക്കുക ഭാര്യയ്ക്ക് എന്തെല്ലാമാണ് ഇഷ്ടങ്ങൾ, അവളുടെ താല്പര്യങ്ങൾ എന്തെല്ലാം, അവളുടെ ഇഷ്ടങ്ങൾ എന്തെല്ലാമാണ്, അവൾക്ക് എവിടെ പോകാനാണ് കൂടുതൽ താല്പര്യം, പോകാൻ ഇഷ്ടമുള്ള ആളാണോ, അതോ എന്തിനാണ് കൂടുതൽ സന്തോഷം അവൾക്ക്? ഫ്രണ്ട്സിലേക്ക് വേണ്ടി പോകണമാണോ ഇഷ്ടം? ആഴ്ച 2 ദിവസമൊക്കെ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ ഹസ്ബൻഡൊക്കെ ഇരുന്ന് പോയി ഫ്രണ്ടിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി ഹസ്ബൻഡിനെ
പരിചയപ്പെടുത്തി കൊടുത്ത് അങ്ങനെയൊക്കെയാണോ താല്പര്യം, അതോ എവിടെയെങ്കിലും ഔട്ടിങ്ങിന് പോകുന്നതാണോ ഭാര്യയ്ക്ക് കൂടുതൽ താല്പര്യം, അതല്ലെങ്കിൽ അവളുടെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോകുന്നതാണോ കൂടുതൽ താല്പര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇപ്പോൾ ചില ഭാര്യമാരുണ്ട്, അവർ ചെയ്യുന്ന ഓരോ ജോലികൾ, ഇപ്പോൾ വൈകുന്നേരം വന്നു കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഹസ്ബൻഡ് വന്നൊന്ന് സഹായിക്കലും, ചെറിയ രീതിയിൽ ഇപ്പോൾ സവാള എടുത്തു കൊടുക്കലും, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അവർക്കും ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണോ അവളുടെ ആഗ്രഹങ്ങൾ, എന്താണ് ആഗ്രഹങ്ങൾ എന്നുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് തമ്മിൽ മനസ്സിലാക്കുക എന്നാൽ ആ പോയിന്റ് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, തമ്മിൽ സംസാരിക്കണം. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിന് സമയം കണ്ടെത്തുക. അതേപോലെ തന്നെ ഭാര്യയെ മനസ്സിലാക്കുക, ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് അത് മനസ്സിലാക്കാൻ ഭാര്യയും കുറച്ച് സമയം കണ്ടെത്തുക. അപ്പൊ രണ്ടുപേരും സമയം കണ്ടെത്തുക, സംസാരിക്കാൻ. അപ്പൊ കമ്മ്യൂണിക്കേഷനാണ് ഇതിൽ ഏറ്റവും പ്രധാനം. തമ്മിൽ സംസാരിക്കുക, സംസാരിച്ച് എന്താണോ മറ്റേയാളുടെ ഇഷ്ടങ്ങൾ എന്ന് മനസ്സിലാക്കുക. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, പരസ്പര വിശ്വാസം. തീർച്ചയായിട്ടും ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും പരസ്പരം വിശ്വസിക്കുക. അതിലാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെടരുത്. പലരും പലതും പറയുമായിരിക്കാം, നമ്മുടെ ഭാവി ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും നമ്മളുടെ ഭാര്യയോടുള്ളതും അതുപോലെ നമ്മുടെ ഭർത്താവിനോടുള്ള വിശ്വാസം ഒരു കാരണവശാലും ആര് പറഞ്ഞാലും ഒരിക്കലും വിശ്വാസം നഷ്ടപ്പെടരുത്. എൻ്റെ ഭർത്താവിനെ അതുപോലെ എൻ്റെ ഭാര്യയെ എനിക്ക് 100% വിശ്വാസമുണ്ട്. അതെന്നും നമ്മുടെ മരണം വരെ നിലനിർത്തി കൊണ്ടുപോവുക. അതിലാരെന്ത് പറഞ്ഞാലും ഒരിക്കലും ഒരു മാറ്റവും സംഭവിക്കരുത്. വിശ്വാസം, അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്നും ഒളിച്ചു വെക്കാതിരിക്കുക. എനിക്ക് മനസ്സിലായത്, ഇപ്പം നമ്മളിപ്പോൾ ഒരു വാട്സപ്പ് എടുത്തു, അല്ലെങ്കിൽ പിന്നെ ഭാര്യ ഭർത്താവിൻ്റെ വാട്സപ്പ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ വാട്സപ്പ് എടുത്ത് നോക്കുക, അതെന്താ കുഴപ്പം? നോക്കണേന് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. നമ്മുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഫോൺ രണ്ടു പേരിലേക്കും സുഗമമായി തന്നെ എത്തിക്കുക. ഫോൺ മേശപ്പെട്ടിരിക്കുന്നത് അത് പോയി സംശയാസ്പദമായി നോക്കുക. അങ്ങനെയല്ല, ഞാൻ ഒരിക്കലും ഒരു സംശയം നമ്മൾ ഭാര്യയുടെ ഭർത്താവിനിടയിൽ ഉണ്ടാവരുത്. അതാണ് ഞാൻ മൂന്നാമത്തെ പോയിന്റ്, ഞാൻ പരസ്പര വിശ്വാസം പറഞ്ഞത്. നാലാമത്തെ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ ഒളിവും മറവും വെക്കാതിരിക്കുക. കാരണം ഇപ്പോൾ ഒരു മൊബൈൽ, എൻ്റെ മൊബൈൽ എടുത്ത് ജോലി ചെയ്യുന്ന ബാഗിൽ വെച്ച് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഭർത്താവ് മൊബൈൽ എടുത്ത് മാറ്റി വെക്കുക വന്നു കഴിയുമ്പോൾ അതിൻ്റെ എന്താ ആവശ്യമുള്ളത്? സ്വന്തം ഭാര്യയുടെ അടുത്ത് അങ്ങനെ ഒരു മൊബൈൽ എടുത്ത് മാറ്റി വെക്കേണ്ടതോ ഒരു സീക്രട്സി കീപ്പ് ചെയ്യേണ്ട ഒരാവശ്യം ഒരു ഭർത്താവിനില്ല. അതേപോലെ തന്നെ ഒരു ഭാര്യയ്ക്കും ഇല്ല. മൊബൈൽ ഫോൺ ആണെങ്കിലും നമ്മുടെ മനസ്സാണെങ്കിലും എപ്പോഴും ഓപ്പൺ ആക്കി തന്നെ വെക്കുക. നമ്മുടെ ജീവിത പങ്കാളിയുടെ മുന്നിൽ ഒരു കാരണവശാലും അതെടുത്ത് മറച്ച് ഒളിച്ചു വെക്കാതിരിക്കുക. അതാണ് നാലാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ പോയിന്റ്, ഒരു കാരണവശാലും താരതമ്യം ചെയ്യാതിരിക്കുക. ഭാര്യ ഒരു കാരണവശാലും ഭർത്താവിനെ വേറൊരു കുടുംബത്തിലെ ഒരാളായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യരുത്. കണ്ടില്ലേ, അപ്പുറത്തെ വീട്ടിലെ ആള് കണ്ടില്ലേ എന്തൊരു കാര്യമായിട്ടാണ് ഭാര്യ, അപ്പുറത്തെ വീട്ടിലെ ആള് കണ്ടില്ലേ എന്തെല്ലാം സാധനങ്ങളാണ് വീട്ടിലേക്ക് വാങ്ങിക്കുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾ അങ്ങനെയാണോ? ഒരിക്കലും താരതമ്യപ്പെടുത്താതിരിക്കുക. അതേപോലെ തന്നെ ഭർത്താവും ഒരു കാരണവശാലും ഭാര്യനെ വേറൊരു ഭാര്യയായിട്ട് താരതമ്യപ്പെടുത്താതിരിക്കുക. അപ്പുറത്തെ വീട്ടിലെ അവര് കണ്ടില്ലേ എന്തൊരു കാര്യം, എന്തെല്ലാം ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരു കാരണവശാലും താരതമ്യപ്പെടുത്താതിരിക്കുക. മനുഷ്യരെല്ലാം വ്യത്യസ്തമായ ആൾക്കാരാണ്, അല്ലെ? നമുക്കൊരിക്കലും വേറൊരാളുടെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളെപ്പോലെ ഒരിക്കലും അവർക്കും ജീവിക്കാൻ സാധിക്കില്ല. നമ്മളെപ്പോലെ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പൊ നമ്മളെപ്പോലെ ഇപ്പൊ ഒരു ഭാര്യ പറയണം, കണ്ടില്ലേ ആ വീട്ടിലാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ആ വീട്ടിൽ ചെയ്യുന്നത്, എവിടേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു ഭാര്യ വേറൊരു ഭർത്താവിനെ പറ്റി സ്വന്തം ഭർത്താവിന്റെ അടുത്ത് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, സ്വന്തം ഭർത്താവ് ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അപ്പുറത്തെ വീട്ടിൽ അയാൾ ചെയ്യാത്തത്. അവനവന്റെ ഭർത്താവ് എന്തെല്ലാം കാര്യം എനിക്ക് വേണ്ടി ചെയ്ത് തരുന്നു, എന്നാൽ അപ്പുറത്തെ വീട്ടിലായാലും അതുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഒരിക്കലും ഒരാൾ മറ്റേയാളെ പോലെ ഒരിക്കലും ആവില്ല. ഒരാൾക്ക് ആകാനും പറ്റില്ല. നമ്മളാണ്. ആ ഒരു കാഴ്ചപ്പാട് എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഒരിക്കലും ഒരു ഭാര്യയും ഭർത്താവിനെ വേറൊരു ഭർത്താവായിട്ട് താരതമ്യപ്പെടുത്താതിരിക്കുക. അതുപോലെ ഒരു ഭർത്താവും ഭാര്യയെ വേറൊരു ഭാര്യയായിട്ട് താരതമ്യപ്പെടുത്താതിരിക്കുക. താരതമ്യപ്പെടുത്തൽ അത് ഒരു കാരണവശാലും കുടുംബ ജീവിതത്തിന് ഒട്ടും നല്ലതല്ല. കാരണം നമ്മളെപ്പോലെ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. നമ്മുടെ ഭർത്താവിനെ പോലെ നമ്മളെ സ്നേഹിക്കാൻ വേറെ ആർക്കും സാധിക്കില്ല. ആ താരതമ്യപ്പെടുത്തൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കുടുംബ ജീവിതത്തിന് മാറ്റുക. താരതമ്യപ്പെടുത്തൽ ഒരിക്കലും ചെയ്യാതിരിക്കുക. അപ്പോൾ താരതമ്യപ്പെടുത്താതിരിക്കുക, കമ്പയർ ചെയ്യാതിരിക്കുക. അതാണ് അഞ്ചാമത്തെ പോയിന്റ്. ഇനി ആറാമത്തെ പോയിന്റും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, കുടുംബ ജീവിതം ആവുമ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ട് അല്ലെ, ചട്ടിയും കലയാവുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും അല്ലെ. നമ്മൾ ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് വർഷങ്ങളോളം നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ട ആൾക്കാരാണ്. അത് ഇന്നോ നാളെയോ തീരേണ്ട ഒരു ബന്ധമല്ല. വർഷങ്ങളോളം നമ്മുടെ മരണം വരെ നമ്മൾ ഒന്നിച്ച് ജീവിക്കേണ്ട രണ്ടാളുകളാണ്. അപ്പൊ അങ്ങനെയാവുമ്പോൾ അത് ഇന്നോ നാളെയോ തീരുന്ന ബന്ധമല്ല, ജീവിത അവസാനം വരെ തുടരുന്ന ബന്ധമാണ്.
ചെറിയ ചെറിയ പിണക്കങ്ങളും സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഇല്ലാത്തൊരു കുടുംബജീവിതം ഉണ്ടാവില്ല. അങ്ങനെ ഒരു കുടുംബജീവിതം ഉണ്ടെങ്കിൽ അവിടെ ഒരു കാരണവശാലും സത്യസന്ധത ഉണ്ടാവില്ല. നമുക്ക് ഒരാളോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് അമിതമായി നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും പരിഭവങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവും. അതില്ലാത്തൊരു കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അഭിനയമാണ്. ഒരിക്കലും അഭിനയിച്ച് ജീവിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അഭിനയിച്ച് ജീവിച്ച ജീവിതമാണോ? ഒരിക്കലുമല്ല. അപ്പൊ സത്യസന്ധമായി ജീവിക്കുമ്പോൾ അവിടെ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നമ്മുടെ സ്നേഹം കൊണ്ടാണ് അവിടെ പിണക്കങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ഒട്ടും സ്നേഹിക്കാത്ത രണ്ടുപേരാണെങ്കിൽ അവിടെ എന്ത് പിണക്കം, ആരെന്ത് ചെയ്ത് നമുക്കെന്താ എന്ന് വെച്ച് നമ്മൾ പോകും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ സ്നേഹിച്ച് അത്രയും ആത്മാർത്ഥമായിട്ട് ജീവനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുമ്പോൾ അവിടെ കുഞ്ഞു കുഞ്ഞു പരിഭവങ്ങളും പിണക്കങ്ങളും സൗന്ദര്യ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് പറഞ്ഞു തീർക്കുക. മാക്സിമം അന്ന് തന്നെ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും പിറ്റേ ദിവസത്തേക്ക് വെക്കാതിരിക്കുക. പിന്നെ പ്രധാനമായൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ സൗന്ദര്യ പിണക്കങ്ങൾ തീർക്കുവാൻ ഒരു കാരണവശാൽ മൂന്നാമതൊരാളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇടപെടുത്തുകയേ ചെയ്യരുത്. അത് നമ്മുടെ സ്വന്തക്കാരാവും കൂട്ടുകാരായിക്കോട്ടെ ആത്മാർത്ഥ ചങ്ങാതികളായിക്കോട്ടെ. നോ, നമ്മുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സൗന്ദര്യ പിണക്കങ്ങൾ തീർക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കുടുംബ ജീവിതത്തിലെ സൗന്ദര്യ പിണക്കങ്ങൾ തീർക്കാൻ ഒരു കാരണവശാൽ മൂന്നാമതൊരാളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അനുവദിക്കാനേ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. മൂന്നാമതൊരാളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ച് നമ്മുടെ കുഞ്ഞു പരിഭവങ്ങൾ തീർപ്പിക്കാതിരിക്കുക. അതെന്നും അങ്ങനെ നമ്മൾ ഇൻവോൾവ് ചെയ്യിച്ചാൽ ആ സൗന്ദര്യ പിണക്കങ്ങൾ വലിയ കലഹമായി മാത്രമേ തീരത്തുള്ളൂ. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പൊ ഇതാണ് 6ാമത്തെ പോയിന്റ്. ഇനി നമ്മുടെ 7ാമത്തെ പോയിന്റും അതുപോലെ തന്നെ ലാസ്റ്റത്തമായ പോയിന്റാണ് അടുത്തത്. അതായത് നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ഭർത്താവിന്റെ കുറ്റം പോയി വേറെ ആളുകളോട് പറയുക, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെ കുറ്റം പോയി വേറെ ആളുകൾക്ക് പറയുക ഒരിക്കലും ചെയ്യാതിരിക്കുക. നമ്മൾ എന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യം ഇല്ലേ? പരസ്പരം നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ദൈവമായിട്ട് നമ്മളെ ഒന്നിപ്പിച്ചേക്കുന്നതാണ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ സ്വർഗത്തിൽ വെച്ച് വിവാഹം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ നമ്മൾ കേട്ടേക്കുന്നത്. അങ്ങനെയല്ലേ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് ഒന്നിപ്പിച്ചേക്കുന്നതാണ്. നമ്മളിങ്ങനെ നമ്മുടെ ജീവിത പങ്കാളിയുടെ കുറ്റം പോയി പുറമെ വേറെ ആൾക്കാരുടെ പോയി പറയേണ്ട ഒരു ആവശ്യവും ഇല്ലല്ലോ. എന്തെങ്കിലും ചെറിയ വഴക്കും പണക്കങ്ങളും പരിഭവങ്ങളും എല്ലാവരും ജീവിതത്തിലുണ്ടാവും. അതും പറഞ്ഞു ഒരു കാരണവശാലും ഭർത്താവിന്റെ കുറ്റം പോയി വേറെ ആൾക്കാരെടുത്ത് മൂന്നാമതൊരാൾക്ക് ഓഫീസിലും അതുപോലെ സുഹൃത്തുക്കളോടും അതുപോലെ നമ്മുടെ ബന്ധക്കാരോടും ഒരിക്കലും പോയി പറയാതിരിക്കുക. അതേപോലെ തന്നെ ഭാര്യയുടെ കുറ്റം ഭർത്താവും ഒരു കാരണവശാൽ കൂട്ടുകാരുടെ അടുത്തോ ബന്ധുക്കളുടെ അടുത്തോ ഒന്നും പോയി പറയാതിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് പറയുക. ഞാൻ ആദ്യം സമയം കണ്ടെത്തി നേരിട്ട് പറയുക, പറഞ്ഞു തീർക്കുക. എന്തെങ്കിലുമൊക്കെ ഇഷ്ടക്കേടുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് പരസ്പരം എന്തെങ്കിലും മനുഷ്യരില്ല എന്തെങ്കിലുമൊക്കെ കുറ്റം ചെറിയ ചെറിയ പോരായ്മകളൊക്കെ എന്താണെങ്കിൽ ഉണ്ടാവും. ആ കുറ്റങ്ങൾ പോയി മൂന്നാമതൊരാൾക്കാരുടെ ഒരിക്കലും പോയി പറയാതെ ഭാര്യയുടെ അടുത്ത് തന്നെ പറയാം. അപ്പൊ ചിലപ്പോൾ ചെറിയ ചെറിയ പിണക്കങ്ങളും ചിലപ്പോൾ തൻ്റെ അടുത്തൊക്കെ ഉണ്ടായിന്ന് വരും. ആയിക്കോട്ടെ, നമ്മൾ നേരിട്ടാണ് സംസാരിക്കുന്നത് ഇല്ലേ? നമ്മൾ നേരിട്ട് സംസാരിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരു കാര്യത്തിൽ വിഷമമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല കേട്ടോ, നേരിട്ട് സംസാരിക്കുക. അത് പോയി മൂന്നാമതൊരു ചെവിയിലേക്ക് ഒരിക്കലും എത്തിക്കാതിരിക്കുക. കുറ്റങ്ങൾ ഒരിക്കലും പോയി പുറമേ പോയി പറയാതിരിക്കുക. നേരിട്ട് പറയുക. നേരിട്ട് പറയുമ്പോൾ ചെറിയ ചെറിയ പിണക്കങ്ങളും ചെറിയ വഴക്കുകളും കുഞ്ഞു 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 പരിഭവങ്ങളും ചെറിയ തൻ്റെ അടുത്തൊക്കെ അതായിക്കോട്ടെ, സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ നേരിട്ട് സംസാരിച്ച് അവിടെ തീർക്കുക. അങ്ങനെ നമ്മൾ പറയുമ്പോൾ എന്ത് പറ്റും? അത് നമ്മുടെ മനസ്സിലുള്ള സംസാരിച്ച് മറ്റേയാളുടെ മനസ്സിൽ ഇങ്ങോട്ട് സംസാരിച്ച് അത് നമുക്കും കൂടെ സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ കുഞ്ഞിക്കാര്യം സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ വെച്ച് എടുപ്പിക്കാതിരിക്കുക. നമ്മൾ നേരിട്ട് സംസാരിക്കുക. സംസാരിച്ച് തീരാത്ത പിണക്കങ്ങളോ പരിഭവങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒരു കാരണവശാലും ഭാര്യയുടെ കുറ്റം ഭർത്താവോ അതോ ഭർത്താവിൻ്റെ കുറ്റം ഭാര്യയോ പുറമേ പോയി സംസാരിക്കാതിരിക്കുക. മൂന്നാമതൊരാളുടെ അടുത്തേക്കോ അതോ ഇനി കൂട്ടുകാരുടെ അടുത്തേക്കോ ബന്ധുക്കളുടെ അടുത്തേക്കോ ഒരിക്കലും പോയി പറയാതിരിക്കുക. എന്ത് കുഞ്ഞു പിണക്കങ്ങളും പരിഭവങ്ങളും എന്ത് ചെറിയ തെറ്റുകളും അത് വലിയ തെറ്റുകളും എന്തായിക്കോട്ടെ നേരിട്ട് സംസാരിക്കുക. നേരിട്ട് തമ്മിൽ പറഞ്ഞു തീർക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് 7ാമത്തെ പോയിന്റ്. അപ്പൊ ഇതെല്ലാമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ. പ്രത്യേക ഒരു കാര്യം ഓർക്കുക, കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും മാത്രമല്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളും കൂടി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ആ ഒരു സ്നേഹവും നമ്മളുടെ ആ ഒരു മുന്നോട്ടുള്ള സന്തോഷകരമായ ജീവിതവും കണ്ടാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. അവർ കാണുമ്പോൾ അച്ഛനും അമ്മയുടെ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും അത് പറഞ്ഞു തീർത്ത് സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതും ആ കുഞ്ഞുങ്ങൾ കണ്ടു വളരുമ്പോൾ അവരും അവരുടെ ജീവിതത്തിൽ അവരുടെ ഭാര്യയെയും അതുപോലെ സ്വന്തം ഭർത്താവിനെയും സ്നേഹിക്കാനും അതുപോലെ തന്നെ വളരെയധികം ആദരവോടുകൂടി ഭാര്യ ഭർത്താവിനോട് റെസ്പെക്ട് കാണിക്കുന്നതിനൊപ്പം തന്നെ ഭർത്താവ് ഭാര്യയോട് റെസ്പെക്ട് കാണിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലും അവരുടെ
അവരുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിത്തീരാനുള്ള ആ ഒരു ഇത് കുഞ്ഞിനെ തന്നെ അവരുടെ മനസ്സിലുണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് തന്നെ മുന്നോട്ടേക്ക് പോവുക. തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് കഴിഞ്ഞ് നമ്മുടെ വ്യൂവേഴ്സിന് ആർക്കെങ്കിലും ഇത് കേൾക്കുന്ന ആരുടെയും മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മളിത് വളരെയധികം പാലിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ദൈവമായിട്ട് തന്നിരിക്കുന്ന നമ്മുടെ ആ ഒരു സന്തോഷകരമായ ജീവിതം നമ്മളായിട്ട് ഒരിക്കലും അത് ഉടയ്ക്കാതിരിക്കുക. കാരണം നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ, വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു. ഞാനത് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാട്ടോ. നമ്മൾ സ്വർഗത്തിൽ വെച്ചാണ് നമുക്ക് നമ്മുടെ ഭർത്താവിനെ കിട്ടിയിരിക്കുന്നത്, നമ്മുടെ ഭാര്യനെ കിട്ടിയിരിക്കുന്നത്. അത് അത്രയും പവിത്രമായി തന്നെ നമുക്ക് ഭൂമിയിൽ നമുക്ക് ദൈവം തരുമ്പോൾ അത് നമ്മുടെ മരണം വരെ നമ്മൾ കാത്തു സൂക്ഷിച്ച് പവിത്രമായി തന്നെ കൊണ്ടുപോകാം. കാരണം തീർച്ചയായിട്ടും ഒരു ഭാര്യയ്ക്ക് ഭർത്താവും അതുപോലെ ഭർത്താവിന് ഭാര്യയുമായിരിക്കും എന്നും ഉണ്ടാവുക. അതാണ് ശാശ്വതമായ ഒരു ബന്ധം. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അച്ഛൻ, അമ്മ, അതുപോലെ സഹോദരി, സഹോദരന്മാർ എല്ലാവരും ഉണ്ടാവും. പക്ഷേ നമ്മുടെ ജീവിത അവസാനം വരെ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവുന്നത് നമ്മുടെ ഭർത്താവായിരിക്കും. അപ്പോൾ അതെപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിച്ച് തന്നെ മുന്നോട്ടേക്ക് പോവുക. ഇതെല്ലാമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കൊരു അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ്. സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. ബൈ.